ആലപ്പുഴ കറ്റാനം വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘർഷം. ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുകയാണ്. കണ്ണൻ, ഏതൊക്കെ വിദ്യാർത്ഥി സംഘടനകളാണ് കോളേജിലേക്ക് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്? എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ കായംകുളം കട്ടച്ചിറ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് മാർച്ച് നടത്തിയത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർച്ച് നടത്തിയത്. മാർച്ച് ഏതാണ്ട് കോളേജിന് 100 മീറ്റർ അകലെ വെച്ച് സുരക്ഷാ വേലി കെട്ടി പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ വേലി ഛേദിച്ചാണ് പ്രവർത്തകർ അകത്തേക്ക് കയറുന്നത്. കോളേജിനുള്ളിലേക്ക് കടന്ന് കോളേജിൽ ആക്രമണം നടത്തുകയും ചെയ്തു. എസ്.എഫ്.ഐ സംസ്ഥാന നേതാക്കന്മാരുടെ നേതൃത്വത്തിലെത്തിയ ഏതാണ്ട് 200ഓളം പ്രവർത്തകരാണ് കോളേജിനുള്ളിലേക്ക് കടന്നത്. ഇപ്പോൾ കോളേജിന് മുന്നിൽ ഇരുന്ന് അവർ റോഡ് ഉപരോധിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഡിവൈഎഫ്ഐയുടെയും എസ്.എഫ്.ഐയുടെയും പ്രവർത്തകർ ഈ കോളേജിനുള്ളിൽ കയറുകയും കോളേജിൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 2 കോടിയോളം ഇവിടെ നഷ്ടമുണ്ടായി എന്നുള്ള പരാതി കോളേജ് അധികൃതർ നടത്തിയിരുന്നു. ഇത് ഞായറാഴ്ച പുലർച്ചെ 3 കൂടിയാണ് ഈ കോളേജിലെ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ വിദ്യാർത്ഥിക്കൊപ്പം മുറിയിൽ കഴിഞ്ഞിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ ആത്മഹത്യാ ശ്രമം കണ്ടതിനെ തുടർന്നാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഈ സംഭവത്തിൽ മാനേജ്മെന്റിന്റെ പീഡനം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് വിദ്യാർത്ഥി പോയതെന്നുള്ള പരാതി പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇവിടേക്ക് മാർച്ച് നടത്തുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എസ്.എഫ്.ഐ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. കണ്ണൻ, ഇതിൽ മാനേജ്മെന്റിന്റെ വാദം എന്താണ്? ഈ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചതിന് കാരണം എന്താണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്? 2 മാസം മുമ്പ് ഈ കോളേജിൽ ഒരു സമരം നടന്നിരുന്നു. വിദ്യാർത്ഥികളെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്നുള്ള മാനേജ്മെന്റ് പെരുമാറുന്നതെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമരം നടന്നിരുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് SNDP നേതാവും BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സുഭാഷ് വാസുവിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ കോളേജ്. ഈ കോളേജിൽ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമരങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോളേജ് അധികൃതർ പറയുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴി ഇപ്രകാരമാണ്. കാരണം ഈ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്, ഇവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഭക്ഷണം കൊള്ളില്ല, അതുകൊണ്ട് തന്നെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ അനുവദിക്കണമെന്ന് പ്രിൻസിപ്പലിനോട് വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു. അത് പ്രിൻസിപ്പൽ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയം പുറത്തുപോയി ഭക്ഷണം കഴിച്ചു എന്നുള്ള വിവരം ഈ വിദ്യാർത്ഥിയുടെ മാതാവിനെ വിളിച്ചു പറയുകയും മാതാവ് ഫോണിൽ കുട്ടിയെ സഹായിക്കുകയും ചെയ്തു. ഇതിന്റെ മനോവിഷമം മൂലമാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ള മൊഴിയാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ആ മാനേജ്മെന്റും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. ഈ കോളേജിന്റെ സുരക്ഷയുടെ ഭാഗമായും ഒപ്പം ഡിസിപ്ലിന്റെ ഭാഗമായിട്ടുമാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമാണ് മാനേജ്മെന്റ് നൽകുന്നത്. ഒപ്പം ആത്മഹത്യാ ശ്രമത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. ആ സമയം മുതൽ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച സമയം മുതൽ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ പ്രതിഷേധം ഈ കോളേജിലേക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി, ഇന്ന് നടത്തിയ എസ്.എഫ്.ഐ നടത്തിയ പ്രതിഷേധവും അക്രമാസക്തമായിരിക്കുന്നു. അല്പസമയത്തിൽ തന്നെ ABVPയുടെയും മാർച്ച് ഇവിടേക്ക് നടക്കുന്നുണ്ട്. ഇതിനകം തന്നെ കോളേജിന്റെ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ, സുഭാഷ് വാസുവിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ. തീർച്ചയായും 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ആർ ഗണേശൻ, അതുപോലെ തന്നെ കോളേജിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BDJS നേതാവ് സുഭാഷ് വാസു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ 1-2 പ്രതികളാക്കി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനവും ആലപ്പുഴ SP ഭാഗത്ത് നിന്നുണ്ടായി. കാരണം ഇന്നലെ ഈ കുട്ടി 3:30ക്ക് ആത്മഹത്യാ ശ്രമം നടത്തിയ ശേഷം ഈ കുട്ടിയുടെ മൊഴിയെടുക്കാൻ വള്ളുവന്നം പോലീസ് പോയിരുന്നു. എന്നാൽ വള്ളുവന്നം പോലീസ് പോയത് ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള സുഭാഷ് വാസുവിന്റെ വാഹനത്തിലാണ്. അത് വീഴ്ചയാണ് എന്നാണ് ആലപ്പുഴ ചെങ്ങന്നൂർ DYSP ആലപ്പുഴ SPക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കാരണം സ്റ്റേഷനിൽ മറ്റ് വാഹനമുണ്ടായിട്ടും ഈ കോളേജ് മാനേജ്മെന്റിന്റെ വാഹനത്തിൽ, അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറിയുടെ വാഹനത്തിൽ പോയത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള ആരോപണമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വള്ളുവന്നം പോലീസ് സ്റ്റേഷനിലെ ASI സതീഷ് കുമാറിനെ അന്വേഷണ വിധേയമായി ആലപ്പുഴ SP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ സംഭവത്തിൽ മൊഴിയെടുക്കാൻ പോയ സമയത്ത് GD ചാർജ് ആയിട്ടുള്ള സതീഷ് കുമാറിന്റെ കൂടെ ഉണ്ടായിരുന്ന രതീഷ് എന്ന സിവിൽ പോലീസ് ഓഫീസറെ 2 ആഴ്ചത്തെ കർശന പരിശീലനത്തിനായി ആലപ്പുഴ ക്യാമ്പിലേക്ക് അയക്കുകയും അതിനുശേഷം വള്ളുവന്നം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റാനും ആലപ്പുഴ SP ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ SFIയുടെ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഈ സമരത്തിൽ ഇടപെടുകയാണല്ലോ. സംസ്ഥാന നേതാക്കൾ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായും സംസ്ഥാന നേതാവ് ബിജിൻ അടക്കമുള്ള ആൾക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് കൂടി CPM കരുതുന്നു. കാരണം BDJSന്റെ സംസ്ഥാന നേതാവിന്റെ പേരിലുള്ള ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് എന്തായാലും
CPM ശ്രമിക്കുന്നത്. CPM ഈ ജില്ലാ നേതൃത്വം ജില്ലാ സെക്രട്ടറിയുമായി ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം CPM രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. CPM ഈ സമരം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ആലപ്പുഴയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം, ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് സമരപരിപാടികൾ ഏതൊക്കെ രൂപത്തിലാണ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഈ കോളേജിനുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? വെള്ളാപ്പള്ളി നടേശന്റെ ഈ കോളേജിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ വെള്ളാപ്പള്ളി നടേശനോട് താങ്കളുടെ പേരിലുള്ള കോളേജാണ്, പക്ഷേ താങ്കൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് നേരിട്ടൊരു ബന്ധമില്ല, എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഈ സുഭാഷ് വാസു അടക്കമുള്ള ആൾക്കാർ ആ കോളേജിന് തന്റെ പേരിട്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഈ കോളേജുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്നാണ് ഇദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം തേടിയിട്ടില്ല. SFIയുടെ സമരം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് SFIയുടെ നീക്കം? SFIക്കാരെ നേരിടുവാൻ ആവശ്യത്തിന് പോലീസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. SFIക്കാർ ഇന്ന് രാവിലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ടുണ്ടായിരുന്നു. SFIക്കാർ ഏത് വിധേനയും കോളേജിനുള്ളിൽ കടക്കും എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോളേജിന് ചുറ്റും പോലീസിന്റെ കർശന വലയമായിരുന്നു ഉണ്ടായിരുന്നത്. ചെങ്ങന്നൂർ DYSPയുടെ കായംകുളം CI, ചെങ്ങന്നൂർ CI, മാവേലിക്കര CI എന്നിവരുടെ നേതൃത്വത്തിൽ കർശന പോലീസ് സംവിധാനം ഈ കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പോലീസ് സംവിധാനങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് ശരി, കണ്ണൻ നായരാണ് വിവരം നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ കറ്റാനത്തുള്ള വെള്ളാപ്പള്ളി